എല്ലാവർക്കും അണ്ടർഗ്രൗണ്ട് ഡയറീസിലേക്ക് സ്വാഗതം. എന്താണ് മെറ്റാഡേറ്റ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെസ്സേജിങ് ആപ്പാണ് വാട്സപ്പ്. ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ കമ്പനിയായ മെറ്റയ്ക്ക് നിങ്ങളുടെ മെസ്സേജ് കാണാൻ സാധിക്കില്ല. കാരണം വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ എൻഡ് ടു എൻക്രിപ്റ്റഡ് ആണ്. എങ്കിലും നിങ്ങളുടെ ഓരോ മെസ്സേജിനും അതിൻ്റെ മെറ്റാഡേറ്റ ഉണ്ടായിരിക്കും. അതുവഴി നിങ്ങൾ ആരുമായിട്ടാണ് മെസ്സേജ് ചെയ്യുന്നത്, എപ്പോഴാണ്, നിങ്ങളുടെ ഫോണിൻ്റെ IP അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിന് കളക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഗൂഗിൾ ഒന്നും ഒരു പ്രൈവസി ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല. പക്ഷേ ഒരു പ്രൈവസി മാത്രം ഫോക്കസ് ചെയ്ത് നിർമ്മിച്ച ഒരു ഫോൺ. ക്യാമറയോ GPS ബ്രൗസറോ ഒന്നുമില്ല. ഒരേ ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പ്, അതും കുറ്റവാളികൾക്ക് മാത്രമായി നിർമ്മിച്ചു. 2018 ക്രിമിനൽ അണ്ടർവേൾഡിൽ ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ തടസ്സമായിരുന്നു. കാരണം മെറ്റാഡേറ്റ ലീക്കാവാനുള്ള സാധ്യത അധികമായിരുന്നു. അതുകൊണ്ട് കുറ്റവാളികൾ എൻക്രിപ്റ്റഡ് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഫോണെല്ലാം കസ്റ്റം മെയ്ഡ് ആൻഡ്രോയിഡ് ഫോണുകളായിരുന്നു. അപ്പോഴാണ് FBI കുറ്റവാളികൾക്ക് മാത്രമായി ആനം ഫോൺ നിർമ്മിച്ചത്. ഇതൊരു കസ്റ്റം മെയ്ഡ് ആൻഡ്രോയിഡ് ഫോൺ എന്നതിനേക്കാൾ ഉപരി ഫോൺ യൂസറിന് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു ഇഡൻ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം അനോമിൽ ലഭ്യമായിരുന്നു. പക്ഷേ അതിലൂടെ അയക്കുന്ന ഓരോ മെസ്സേജും ചെന്നെത്തുന്നത് FBI പോലീസ് സെർവറിലേക്കാണ്. ഇതൊരു FBIയുടെ ബാക്ക് ഡോർ ആയിരുന്നു. പിന്നീട് FBI നിർമ്മിച്ച ഫോണുകളെല്ലാം ഡാർക്ക് വെബിൽ വിൽപ്പന ചെയ്തു. അങ്ങനെ അനോം 12,000 യൂസറിൻ്റെ കയ്യിലെത്തി. 100 രാജ്യങ്ങളായി. കുറ്റവാളികൾ അതുവഴി ഡ്രഗ് ഷിപ്പിംഗ്, മണി ലോണ്ടറിംഗ്, കൊലപാതകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അതേസമയം FBI 1000-ഓളം മെസ്സേജുകൾ അതിലൂടെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. 2021 ജൂൺ 8-ന് 16 രാജ്യങ്ങളിലായി FBI റെയ്ഡ് ആരംഭിച്ചു. 1000-ഓളം കുറ്റവാളികൾ അറസ്റ്റിലായി. 1 ടൺ കിലോളം വരുന്ന നർക്കോട്ടിക്സും ആയുധങ്ങളും പിടിച്ചെടുത്തു. അതു പിന്നെ ലോകം കണ്ടതിൽ വെച്ച് വലിയൊരു FBI ഓപ്പറേഷനായി തീർന്നു.